ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടമുള്ള പോപ്കോൺ ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് വീട്ടിൽ തന്നെയുള്ള ചേരുവകൾ കൊണ്ട് ഇത് എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് 300 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. പോപ്കോൺ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ ഒത്തിരി വലുതായിട്ട് കട്ട് ചെയ്യരുത്. പിന്നെ ഇതിനെ നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന പോലെ ഒരുപാട് മസാലകളൊന്നും വേണ്ട കേട്ടോ. എല്ലാത്തിൻ്റെയും ചെറിയൊരു ഫ്ലേവർ മതി. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഇതുപോലെ ഒരു ചെറിയ കഷ്ണം സവാളയും 2 വലിയ അല്ലി വെളുത്തുള്ളിയും, വെളുത്തുള്ളി ചെറുതാണേലും 4 എടുക്കാം, വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും, ഇതെല്ലാം കൂടെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. സാധാരണ ഇതിലേക്ക് ഒനിയൻ പൗഡറും ഗാർലിക് പൗഡറും ഒക്കെയാണ് ചേർക്കുക. അപ്പോൾ അതുള്ളവർ പൊടി ചേർത്താൽ മതി, ഇല്ല എങ്കിൽ നമുക്കിതുപോലെ ചെയ്തെടുക്കാം. പിന്നെ 1/4 കപ്പ് അധികം പുളിയില്ലാത്ത മോരോ തൈരോ ചേർക്കണം. ഞാനിപ്പോൾ തൈരാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് നമുക്ക് 1/4 കപ്പ് പാലിൽ 1/2 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് ഒരു 10 മിനിറ്റ് വെച്ചാൽ ആ പാലൊന്ന് പിരിഞ്ഞ് കിട്ടും. അങ്ങനെ എടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ആദ്യം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഈ കൂട്ട് നമുക്ക് കവർ ചെയ്ത ശേഷം 2 മണിക്കൂറെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ വയ്ക്കണം. ചിക്കൻ നല്ല സോഫ്റ്റ് ആവാനും പിന്നെ ഫ്ലേവറൊക്കെ ഉള്ളിലേക്ക് ഇറങ്ങി നല്ല ടേസ്റ്റി ആവാനും വേണ്ടിയിട്ടാണ്. നമുക്കിത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം ഉണ്ടാക്കാം. അങ്ങനെയാണെങ്കിൽ ഫ്രീസറിലേക്ക് വെച്ചാൽ മതി. അപ്പോൾ ഞാനിത് 2 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വയ്ക്കാണ്. ഇനി നമുക്കിത് കോട്ടിങ് ചെയ്യാനുള്ള കാര്യങ്ങൾ റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് മൈദ എടുക്കാം, 1/4 കപ്പ് കോൺഫ്ലോർ ചേർക്കാം. പൊടികൾക്കും ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മുളക് പൊടി. ഇത് നല്ല കളറുള്ള കാശ്മീരി മുളക് പൊടി എടുത്താൽ മതി, എന്നാൽ പുറമേ ഫ്രൈ ആയി വരുമ്പോൾ നല്ലൊരു കളർ ഉണ്ടാകും. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. 1/4 ടീസ്പൂണിലും കുറച്ച് കുറവ് ഉപ്പും ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഗരം മസാലയൊക്കെ ചേർത്തിട്ട് ആ ഒരു ടേസ്റ്റിലും ആക്കാം. ഇങ്ങനെ നല്ലോണം മിക്സ് ചെയ്യണം. ഇനി ചിക്കൻ ഇതിൽ കോട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ എടുത്ത് ഈ പൊടിയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം. ഈ ചിക്കൻ എടുക്കുമ്പോൾ നല്ല വെള്ളത്തോടെ എടുക്കരുത്. വെള്ളത്തോടെ എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും ഈ പൊടിയൊക്കെ വെള്ളം ചേർന്ന് കുഴഞ്ഞു പോകും. ഒരു സൈഡിലിട്ടിട്ട് കോട്ട് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ എല്ലാതും ചെയ്തെടുക്കണം. ഓരോന്നായിട്ട് ചെയ്യണമെന്നില്ല, ഒരു 3-4 എണ്ണമൊക്കെ എടുത്ത് ഒരുമിച്ചെടുത്തിട്ട് ചെയ്യാം. ആദ്യം ഇതുപോലെ ഒന്ന് ലൈറ്റായിട്ട് കോട്ട് ചെയ്താൽ മതി. ഇങ്ങനെ എല്ലാതും ഒരു പ്രാവശ്യം ചെയ്ത് വെച്ചു. ഇനി ഇതിൽ കുറച്ച് ബാറ്റർ ബാക്കിയുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഐസ് വാട്ടർ ചേർക്കാം. ഒരു പ്രാവശ്യം കോട്ട് ചെയ്തെടുത്ത ചിക്കനെല്ലാം നമുക്ക് ഈ ഐസ് വാട്ടറിൽ ഡിപ്പ് ചെയ്തിട്ട് വീണ്ടും പൊടിയിൽ കോട്ട് ചെയ്തെടുക്കണം. 2 സെക്കൻഡ് ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് വീണ്ടും ഈ പൊടിയിൽ പൊതിഞ്ഞെടുക്കാം. ഇതിന്റെ മുകളിൽ അധികമായിട്ടുണ്ടാവുന്ന പൊടി തട്ടിക്കളയണം. നമ്മളിങ്ങനെ കോട്ട് ചെയ്തിട്ട് ഒരു അരിപ്പയിലിട്ടൊന്ന് മുട്ടിയെടുക്കുകയാണെങ്കിൽ അധികമുള്ള മാവൊക്കെ പോയിക്കൊള്ളും. അപ്പോൾ എല്ലാതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്യാം. എണ്ണ ഒരു മീഡിയം ഫ്ലെയിമിൽ ചൂടാവാനായിട്ട് വയ്ക്കാം. നന്നായിട്ട് ചൂടാവുമ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. 6-7 എണ്ണം ഒന്നിച്ചിട്ട് ഫ്രൈ ചെയ്താൽ മതി. കൂടുതൽ ഒരേ സമയം ഫ്രൈ ചെയ്യേണ്ട. അധികം ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. എണ്ണ നല്ല ചൂടാണെങ്കിൽ തീ കുറച്ച് വെക്കണം. നന്നായിട്ട് ഫ്രൈ ആയി ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. പുറമേ നല്ല ക്രിസ്പി ആയിട്ടുള്ള കോട്ടിങ്ങും ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനുമായിട്ടുള്ള അടിപൊളി ചിക്കൻ പോപ്കോൺ ആണ്. ഇത് ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ മയോണൈസോ ഒക്കെ ചേർത്ത് കഴിക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് ആണ്. അപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. നമുക്ക് പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്